യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ മേൽ നിരന്തരം ചൊരിയുന്ന അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും എല്ലാം നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിത ഭാരങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ആവശ്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഉറപ്പായിട്ടും ദൈവം നമ്മെ സഹായിക്കും. നമ്മുടെ ഞെരുക്കങ്ങളും വേദനകളും കർത്താവ് കാണുന്നുണ്ട്. കർത്താവ് അവയ്ക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കി തരും. ഉറപ്പാണ്, ദൈവം നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്കൊന്നിന് കുറവുണ്ടാകത്തില്ല. കർത്താവ് എൻ്റെ ഇടയനാണ്. കർത്താവ് എന്നെ വഴി നടത്തും. കർത്താവ് എന്നെ സഹായിക്കും. കർത്താവ് എന്നെ ഉപേക്ഷിക്കത്തില്ല. എന്നെ സഹായിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ ഒരു വലിയ വിശ്വാസം നമുക്ക് ലഭിക്കാൻ വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ദൈവാത്മാവേ, ഞങ്ങളുടെ വിശ്വാസത്തെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവിന് ബലവും മനസ്സിന് ശക്തിയും നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ കരുത്തു നൽകണമേ. എല്ലാവിധ നിരാശകളും ദുഃഖങ്ങളും ഭയങ്ങളും ഭാരങ്ങളും ഞങ്ങളെ വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൻ്റെ 14-15 വചനങ്ങൾ. ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യം നൽകി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകി. അപ്പോൾ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനമാണ്. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. അപ്പോൾ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യം പലപ്പോഴും മനുഷ്യൻ ദുർവിനിയോഗം ചെയ്യുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ കുട്ടികൾ ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. ആരും നിയന്ത്രിക്കാൻ വേണ്ട, ഞങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന കുട്ടികൾ. യുവതി യുവാക്കന്മാർ ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. മാതാപിതാക്കന്മാര്, ഗുരുക്കന്മാര്, മുതിർന്നവര് നല്ലത് പറഞ്ഞു കൊടുത്താൽ, പോകേണ്ട വഴികൾ പറഞ്ഞു കൊടുത്താൽ, അല്ലെ വിലക്കേണ്ട കാര്യങ്ങൾ വിലക്കിയാൽ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അവരാഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്നത് പോലെ പ്രവർത്തിക്കുക, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുക, അതല്ല സ്വാതന്ത്ര്യം. എത്രയോ യുവതി യുവാക്കന്മാര് അമിതമായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നു. വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജോലിസ്ഥലത്ത് അല്ലെ പഠന സ്ഥലത്ത് കോളേജിലൊക്കെ
അവരെ എന്ത് തോന്നിവാസ ജീവിതവും നയിക്കുവാനായിട്ട് മടിയില്ലാത്ത കുട്ടികളായിട്ട് മാറുകയാണ്. അവർ സ്വാതന്ത്ര്യത്തെ ദുർവിനിയോഗം ചെയ്യുന്നു. അതുപോലെ വിവാഹ ജീവിതത്തിലേക്ക് വന്നു ഭാര്യ ഭർത്താക്കന്മാർ. ഇപ്പോൾ ഭർത്താവിനെ വഞ്ചിച്ചു പോകുന്ന ഭാര്യമാര് അവർ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യുക. അവർക്ക് ഇഷ്ടമുള്ള പുരുഷനോടൊപ്പം നിയമം അവർക്ക് അനുകൂലമാണ്, ചോദിക്കാൻ ആരുമില്ല. ഇതേ പുതിയ നിയമം വരുന്നു, മയക്കുമരുന്ന് അത് ഉപയോഗിച്ചാൽ തെറ്റില്ല, അത് വിറ്റാൽ കുഴപ്പമില്ല. അപ്പോൾ അമിതമായ സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യൻ കടന്നു പോകുക. നിയമത്തിൻ്റെ അപ്പുറമുള്ള പ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം എല്ലാവർക്കുമുണ്ട്. ഇത് നമ്മളെ അപകടത്തിലേക്ക് എത്തിക്കുക. ദൈവത്തിൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കണമോ വേണ്ടായോ, അതിന് തീരുമാനമെടുക്കാൻ നിനക്ക് അവകാശമുണ്ട്. കാരണം ദൈവം നിനക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം തിന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, കുത്തഴിഞ്ഞ പാപജീവിതം നയിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല, ദൈവവചനത്തിന് എതിരായിട്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തെ നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. ദൈവത്തിൻ്റെ വചനങ്ങള് കൽപ്പനകൾക്കുള്ളിൽ നമ്മൾ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. മാതാപിതാക്കന്മാരെ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കുട്ടികളായിട്ട് മാറണം. ഗുരുക്കന്മാര് പറയുന്നത് മാനിക്കുന്ന കുട്ടികളായിട്ട് മാറണം. അതാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അവിടെ അനുസരണം സ്വാതന്ത്ര്യത്തോട് ചേർന്ന് തന്നെയുള്ള ഭാഗമാണ്. അനുസരിക്കാതിരിക്കുമ്പോൾ അത് സ്വാതന്ത്ര്യത്തിൻ്റെ മറികടക്കലായിട്ട് മാറുകയാണ്. അവിടെ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും, നിയമം എനിക്ക് ബാധകമല്ല, ധാർമ്മികത എനിക്ക് ബാധകമല്ല, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എനിക്ക് ബാധകമല്ല, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. അങ്ങനെ ജീവിക്കുന്ന വ്യക്തികളുണ്ട്. സ്വാതന്ത്ര്യമല്ലത്, അത് ശരിക്കും അടിമത്തത്തിലേക്ക് പോകുക. അവർ സാത്താന്റെ അടിമത്തത്തിൽ ജീവിക്കുന്നവരായിട്ട് മാറുകയാണ്. പുരുഷനും വിവാഹം കഴിച്ച് ജീവിക്കുന്നു, സ്ത്രീയും തമ്മിൽ വിവാഹം കഴിച്ച് ജീവിക്കുന്നു. ഇത് സ്വാതന്ത്ര്യത്തെ അവർ ദുർവിനിയോഗം ചെയ്യുന്നു. അവർ സാത്താന്റെ അടിമത്തത്തിലാകുന്നു. ദൈവവചനത്തെ അവർ ധിക്കരിക്കുന്നു. ദൈവിക നിയമങ്ങളെ അവർ കാറ്റിൽ പറത്തുന്നു. ഇതിൻ്റെ ശക്തമായ തിരിച്ചടി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവർ സാത്താന്റെ അടിമത്തത്തിലാണ്. അവരിപ്പോൾ സ്വാതന്ത്ര്യത്തിലല്ല. അവർ വിചാരിക്കുന്നു അവരിഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നു, ഇഷ്ടമുള്ള സുഖം അനുഭവിക്കുന്നു. മദ്യപാനം, സ്വർഗഭോഗം, വ്യഭിചാരം, മ്ലേച്ഛതകൾ, കഞ്ചാവ് വലിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്ന വ്യക്തികൾ വിചാരിക്കുന്നു അവർ ചെയ്യുന്നത് ശരിയാണെന്ന്. യഥാർത്ഥത്തിൽ അവര് സാത്താന്റെ അടിമത്തത്തിലാവുകയാണ്. അവർ സാത്താന്റെ ബന്ധനത്തിലാവുന്നു. അവർ പാപത്തിന്റെ അടിമത്തത്തിൽ ആയിത്തീരുകയാണ്. അടിമത്തത്തിലായിരിക്കുന്ന, ബന്ധനത്തിലായിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അടിമത്തത്തിന്റെ നുകങ്ങളെ തകർക്കുവാൻ, ആ സ്വാതന്ത്ര്യത്തിന്റെ ചങ്ങലകളെ പൊട്ടിക്കുവാൻ ക്രിസ്തുവിനെ കൊണ്ട് മാത്രമേ കഴിയൂ. കാരണം ക്രിസ്തുവിൻ്റെ വചനമാണ് സത്യം. ജെറമ്യ 30:8, നിന്റെ കഴുത്തിലെ നുകങ്ങൾ ഞാൻ തകർത്ത് കളയും. നിന്റെ കഴുത്തിലെ നുകമെന്ന് പറയുന്നത് നീ ചെയ്തു കൂട്ടുന്ന പാപങ്ങള്, അശുദ്ധി, മ്ലേച്ഛതകള്, ജഡിക പാപങ്ങള്, സ്വാതന്ത്ര്യം
ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിന്റെ കഴുത്തിലെ നുഖങ്ങളായിട്ട് മാറുകയാണ്. നീ ചെങ്ങലകളാൽ ബന്ധിതനാക്കപ്പെടുകയാണ്. പക്ഷെ നീ പറയുന്നു, ഞാൻ സ്വാതന്ത്ര്യത്തിലാണ്. മദ്യപിക്കുന്ന, പുകവലിക്കുന്ന, കഞ്ചാവ് വലിക്കുന്ന, സ്വർഗഭോഗത്തിന് അടിമയായ, എന്ത് തോന്നിവാസത്തിനും കൂട്ടുനിൽക്കുന്ന നീ പറയുന്നു, ഞാൻ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കുന്ന വ്യക്തിയാണ്. തെറ്റിപ്പോയി. നീ അടിമത്തത്തിലാണ്. സാത്താന്റെ കടുത്ത ബന്ധനത്തിൽ നീ ആയിക്കഴിഞ്ഞിരിക്കുക. സത്യം ക്രിസ്തു നിന്നെ സ്വതന്ത്രനാക്കിയാൽ മാത്രമേ നിനക്ക് സ്വാതന്ത്ര്യം ഇനി ലഭിക്കത്തുള്ളൂ. കാരണം നിന്നെ അടിമത്തത്തിൻ്റെ നുഖത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നത് നാരകീയ ശക്തികളാണെന്ന് നിനക്കൊരിക്കലും തിരിച്ചറിയാനായിട്ടാവില്ല. അത്രമാത്രം നിന്റെ ബുദ്ധി അന്ധകാരമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നിന്റെ മനസ്സ് ഇരുട്ടിലാണ്. സത്യം നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നീ ഇപ്പോൾ വെളിച്ചത്തിലല്ല, നീ ഇരുട്ടിലാണ്. അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണ്, ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത്? അവർ പറയാണ്, ഞങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാ, ഞങ്ങൾ ആരുടെയും അടിമകളായിട്ടിരുന്നിട്ടില്ല. നമ്മൾ പറയുന്നു, നമ്മൾ ദൈവത്തിന്റെ മക്കളാ, ഞങ്ങൾ ആരുടെ അടിമകളല്ല. യഥാർത്ഥത്തിൽ അനേക അടിമകളാ. ദൈവത്തിന്റെ മക്കൾ അടിമകളാ, പാപത്തിന്റെ അടിമകൾ, ആസക്തിയുടെ അടിമകൾ, നിരാശയുടെയും ദുഃഖത്തിന്റെയും അടിമകൾ, മനസ്സു തളർന്ന് ഡിപ്രഷനായി തീർന്നവർ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ. ഡിവൈൻ ധ്യാന കേന്ദ്രത്തില് വീണ്ടും ധ്യാനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡിവൈനില് ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ബഹുമാനപ്പെട്ട പനക്കലച്ചൻ വിളിച്ച് അതനുസരിച്ച് അവിടെ ശുശ്രൂഷയ്ക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായിരുന്നു. കർത്താവിൻ്റെ വചനമൊക്കെ പ്രസംഗിച്ചു. സൗഖ്യപ്രാർത്ഥന സമയത്ത് അനേകരെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഒരു മെസ്സേജ് നൽകി. ആത്മഹത്യ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചൊരു വ്യക്തി ഈ സമൂഹത്തിലുണ്ട്. ആ വ്യക്തിക്ക് കർത്താവ് വിടുതൽ കൊടുക്കുന്നു. ശുശ്രൂഷ കഴിഞ്ഞ് അനേകർ പ്രാർത്ഥിക്കാൻ വന്നു. അക്കൂട്ടത്തില് ഒരു യുവാവ് യുവതിയും എൻ്റെ അടുക്കൽ വന്നിട്ട് ശബ്ദമൊക്കെ താഴ്ത്തി എന്നോട് പറയുകയാണ്, ആ ചെറുപ്പക്കാരൻ, ഞാൻ എയ്ഡ്സ് രോഗിയാണ്, HIV പോസിറ്റീവാണ്, മക്കളില്ല. ആ ചെറുപ്പക്കാരന്റെ ഭാര്യ പറയുന്നു, ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നോക്കൂ, മനസ്സിന്റെ താളം തെറ്റിയെന്ന് പറയാം. ഡിപ്രഷനായി മനസ്സ് തകർന്നു. പാപത്തിന്റെ സുഖമനുഭവിക്കാൻ സ്വാതന്ത്ര്യം ഉപയോഗിച്ചു. ദുസ്വാതന്ത്ര്യം, എല്ലാ വേലിക്കെട്ടുകളും തകർത്തുകൊണ്ട് സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ചു. വ്യഭിചാരം, സ്വർഗഭോഗം, മ്ലേച്ഛപാപങ്ങൾ. ഇന്ന് HIV പോസിറ്റീവാണ്. മുൻപിൽ മരണത്തിൻ്റെ കരങ്ങള് ആ വ്യക്തിയെ പിടിച്ചിരിക്കുകയാണ്. വൈദ്യശാസ്ത്രത്തിന് പോലും പൂർണ്ണമായിട്ട് സുഖപ്പെടുത്താൻ പറ്റാത്ത രോഗമാണ്. ഉണ്ടോ? സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചതിൻ്റെ തിക്തഫലം ആ ചെറുപ്പക്കാരൻ അനുഭവിക്കുക. എന്നോട് പറയുകയാണ് മനുഷ്യൻ, ഞാൻ ആത്മഹത്യ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അല്പസമയം ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞത്, അങ്ങനെ ചിന്തിക്കരുത്. കർത്താവ് നിന്റെ ജീവിതം ഏറ്റെടുത്തു കഴിഞ്ഞു, നിനക്ക് വിടുതൽ നൽകും. അല്പസമയം സംസാരിച്ച് ആ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അവനും ദൈവത്തിൻ്റെ മകനല്ലേ? അതെ,
ഇവിടെ പറയുന്നു, ഞങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാ, ഞങ്ങൾ ആരുടെയും അടിമകളായിരുന്നില്ല, ഞാനും നിങ്ങളുടെ ദൈവത്തിന്റെ മക്കളാ. പക്ഷെ ദൈവത്തിന്റെ മക്കളിൽ അനേകരിന്ന് സാത്താന്റെ അടിമത്തത്തിലാ, സാത്താന്റെ ബന്ധനത്തിലാ, അടിമകളാ. നിഷേധിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അനേകർ സാത്താൻ ചെങ്ങലക്കിട്ട് പൂട്ടി അവന്റെ സ്വന്തമാക്കി വെച്ചിരിക്കുക. മനസ്സിൽ ഇരുട്ട്, ചിന്തകളിൽ ഇരുട്ട്, ബുദ്ധിയിൽ ഇരുട്ട്, ബുദ്ധിയിൽ തിന്മ, ജഡികതയ്ക്ക് അടിമപ്പെട്ട് കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നു. ഇതല്ല സ്വാതന്ത്ര്യം. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവ് നമുക്ക് തരണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മളെ നയിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. പരിശുദ്ധാത്മാവ് നയിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാണ്. ഹല്ലേലൂയ. കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ അറിയുന്നില്ല. കാറ്റ് വരും, കാറ്റിനാൽ നയിക്കപ്പെടുക. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ദൈവത്തിൻ്റെ വചനമനുസരിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ മുൻപോട്ട് ജീവിച്ചു. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലുള്ള ജീവിതം. അല്ലാത്ത ജീവിതം അടിമത്തത്തിലുള്ള ജീവിതം തന്നെയാണ്. ഞങ്ങൾ സ്വതന്ത്രരാക്കപ്പെടുമെന്ന് പറയുന്നത് യേശു പ്രതിവച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. നീ പാപം ചെയ്യുന്ന വ്യക്തിയാണോ? നീ പാപത്തിന്റെ അടിമ. ഏത് പാപം ചെയ്യുന്നോ അതിന്റെ അടിമയാണ്. സ്വർഗഭോഗി സ്വർഗഭോഗത്തിന്റെ അടിമയാണ്. വ്യഭിചാരി വ്യഭിചാരത്തിന്റെ അടിമയാണ്. മദ്യപാനി മദ്യപാനത്തിന്റെ അടിമയാണ്. കള്ളം പറയുന്നവൻ നുണയുടെ അടിമയാണ്. മോഷ്ടിക്കുന്നവൻ അതിൻ്റെ അടിമയാണ്. ഏത് പാപം ചെയ്യുന്നോ ആ പാപത്തിലേക്ക് നിന്നെ നയിക്കുന്ന ഒരു പിശാചുണ്ട്. ആ തിന്മയുടെ അടിമത്വത്തിലാ നീ. ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുവാൻ രക്ഷകനായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. മറ്റാർക്കും കഴിയില്ല. അതാ യേശു വ്യക്തമായിട്ട് ഉറപ്പിച്ചു പറഞ്ഞത്, ഞാനാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്. കുരിശിലെ മരണത്തിലൂടെ മാനവരാശിക്ക് മുഴുവൻ സ്വാതന്ത്ര്യം അവൻ നേടിക്കഴിഞ്ഞിരിക്കുക. സാത്താന്റെ ചങ്ങലകളെ, കോട്ടകളെ അവൻ തകർത്തു കഴിഞ്ഞു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവർ പാപത്തിന്റെ അടിമയാണ്. അടിമയെക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല. അടിമയ്ക്ക് ദൈവത്തിന്റെ ഭവനത്തില് വസിക്കാൻ സാധിക്കത്തില്ല. സാത്താന്റെ അടിമ സാത്താന്റെ കൂടാരത്തിലാണ്. അവന് ദൈവഭവനത്തില് വസിക്കാൻ സാധിക്കത്തില്ല. ദൈവിക സന്തോഷം അനുഭവിക്കാനും കഴിയില്ല. പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. അവിടെ യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കുന്നത് യേശുവാണ്. യേശുവിൻ്റെ ആത്മാവാണ് സകല ചങ്ങലകളും തകർക്കുന്നത്. യേശുവിൻ്റെ ആത്മാവാണ് ഇരുട്ടിലേക്ക് പ്രകാശമായിട്ട് കടന്നു വരുന്നത്. യേശുവിൻ്റെ ആത്മാവ് നിന്നിലേക്ക് വരുമ്പോൾ നിന്റെ മേലുള്ള സകല പൈശാചിക ആധിപത്യങ്ങളും അവസാനിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6, 7, 8 വചനങ്ങൾ. ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ കർത്താവാണ്. ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. ഈജിപ്തുകാര് നിങ്ങളുടെ മേൽ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. കർത്താവ് ചെയ്യുന്നു. ഇസ്രായേൽ മക്കളുടെ മേൽ ഈജിപ്തുകാർ വെച്ച എല്ലാ ഭാരങ്ങളും നുഖങ്ങളും കർത്താവ് തകർക്കുകയാ മോശയെ അയച്ചുകൊണ്ട്. സാത്താന്റെ അടിമത്തത്തിലായിരുന്ന മാനവരാശിയെ വിടുവിക്കാനായിട്ട് ദൈവപിതാവ് രക്ഷകനായ ക്രിസ്തുവിനെ അയച്ചു. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന്
ദൈവം അവരെ മോചിപ്പിക്കാനായിട്ട് തീരുമാനമെടുത്തു. അവിടെ എല്ലാ ഭാരവും നീക്കി ഞാൻ അവരെ മോചിപ്പിക്കും. നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ സ്വതന്ത്രരാക്കും. 430 വർഷക്കാലം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നരകയാതന അനുഭവിച്ച ഇസ്രായേൽ മക്കളെ ദൈവം സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരിക. എല്ലാ നുഖങ്ങളും തകർത്ത് അവരെ വിടുവിക്കുക. ജെറമ്യാ 40:4 നിന്റെ കൈകളിൽ നിന്ന് ചെങ്ങലകൾ ഞാൻ അഴിച്ചു മാറ്റും. അടിമത്തത്തിന്റെ ചങ്ങല, ജീവിത ഭാരത്തിന്റെ നുഖങ്ങൾ, പീഡനങ്ങൾ, ഇതിൽ നിന്നെല്ലാം ഇസ്രായേൽ ജനത്തെ ദൈവം മോചിപ്പിച്ചു. യേശു ക്രിസ്തുവിലൂടെ എല്ലാ നുഖങ്ങളും തകർത്തുകൊണ്ട് കർത്താവ് നമ്മളെ വിടുവിക്കുക. കൈ ഉയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ ഞാൻ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും. ഞങ്ങളുടെ ദൈവമായ കർത്താവായിരിക്കുകയും ചെയ്യും. ഈജിപ്തുകാരുടെ ദാസ്യത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ഈജിപ്തുകാരുടെ ദാസ്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ മോചിപ്പിക്കും. എല്ലാ കെട്ടുകളും ഞാൻ പൊട്ടിക്കും. എല്ലാ ഭാരങ്ങളും നീക്കിക്കൊണ്ട് ദൈവം തൻ്റെ ജനത്തെ മോചിപ്പിച്ച് കാനാൻ ദേശത്ത് കൊണ്ടുവന്നു. സാത്താന്റെ അടിമത്തത്തിലായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ വിടുവിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് ലോകമാസകലം പ്രഘോഷിക്കപ്പെടണം. ദൈവത്തിൻ്റെ വചനം കടന്നു ചെല്ലുമ്പോൾ എല്ലാ ചങ്ങലകളും തകർക്കപ്പെടുന്നത്, സാത്താന്റെ നുഖങ്ങൾ തകരുന്നത് വചനം കടന്നു വരുമ്പോഴാണ്. ബുദ്ധിയിലെ അന്ധകാരം മാറുന്നത് ദൈവത്തിൻ്റെ വചനം കടന്നു വരുമ്പോഴാണ്. അത് ശക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം ലോകമാസകലം പ്രഘോഷിക്കപ്പെടണം. അതിലൂടെ മാത്രമേ യഥാർത്ഥമായ സ്വാതന്ത്ര്യം മാനവരാശിക്ക് ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നിനക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ജീവൻ വേണമോ മരണം വേണമോ തിരഞ്ഞെടുക്കാം. നല്ലത് വേണമോ തിന്മ വേണമോ നിനക്ക് തിരഞ്ഞെടുക്കാം. തെരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം നീ ദുർവിനിയോഗം ചെയ്യരുത്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക. ഓരോ വിശ്വാസിയുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് ദൈവത്തിൻ്റെ വചനം അനേകരിലേക്ക് എത്തിക്കുക. കർത്താവിൻ്റെ ഈ ജീവൻ്റെ സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കുക. ഈ സുവിശേഷം എത്തിക്കാതെ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് മാനവരാശിക്ക് മോചനത്തിന് വേറെ ഒരു എളുപ്പ വഴിയില്ല. അതാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ഈ ജീവന്റെ വചനങ്ങൾ മാനവരാശിയോട് മുഴുവൻ പ്രസംഗിക്കണം. എല്ലാവരും ഈ വചനം കേൾക്കണം. അതിനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം. എല്ലാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ശക്തമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. ജീവന്റെ സുവിശേഷം മാനവരാശിയെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുന്ന ഈ സത്യത്തിന്റെ സുവിശേഷം ലോകം മുഴുവൻ അറിയണം. അറിഞ്ഞേ പറ്റൂ. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. ദൈവത്തിൻ്റെ വചനമാണ് സ്വാതന്ത്ര്യം നൽകുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് സകല കെട്ടുകളും പൊട്ടിച്ച് വിടുതൽ നൽകുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് ക്രിസ്തു തരുന്ന ആ ഒരു വിടുതലാണ്. ക്രിസ്തു തരുന്ന ആ ഒരു മോചനമാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം. അതിലേക്ക് നമുക്ക് വരാം. ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം പറയുന്നു, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. യഥാർത്ഥത്തിൽ യേശുവിൻ്റെ പീഡാസഹനം, കുരിശുമരണം, ഉയർപ്പിലൂടെ യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ സ്വാതന്ത്ര്യത്തിൽ
വന്ന് നമ്മൾ വീണ്ടും പാപം ചെയ്ത് പാപത്തിൻ്റെ അടിമത്തത്തിലാകുന്നു. അങ്ങനെ വീണ്ടും സാത്താൻ നമ്മുടെ മേൽ ആധിപത്യം ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. ദൈവത്തിൻ്റെ വചനത്തിൽ, കൂദാശ ജീവിതത്തിൽ, പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ നിൽക്കുവിൻ. അപ്പോൾ സാത്താൻ നിങ്ങളെ കീഴ്പ്പെടുത്തില്ല. അടിമത്തത്തിൻ്റെ നുകത്തിന് ഇനി നിങ്ങൾ വിധേയരാകരുത്. സാത്താൻ്റെ അടിമത്തത്തിലേക്ക് വീഴുന്ന ഒരു പാപാവസ്ഥയിലേക്കും പോകരുത്. തീഷ്ണമായി പ്രാർത്ഥിക്കാം, കർത്താവിനെ ആരാധിക്കാം, വചനം പഠിക്കാം, വചനം പ്രഘോഷിക്കാം. എല്ലാ ചങ്ങലകളും യേശുവിൻ്റെ നാമത്തിൽ തകരട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാനവരാശിയുടെ മേൽ സാത്താനിട്ട സകല ചങ്ങലകളും തകർക്കണമേ. ദൈവജനം സാത്താൻ്റെ അടിമത്തത്തിലേക്ക് പോകുന്നു. ബുദ്ധി അന്ധകാരമായിട്ട് മാറുന്നു. പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ദൈവത്തിൻ്റെ ജനത്തെ വിടുവിക്കണമേ. സ്വയംഭോഗം, സ്വർഗഭോഗം, വ്യഭിചാരം, മ്ലേച്ഛ പാപങ്ങൾ, അശുദ്ധി, അധാർമികത ജീവിക്കുന്ന ദൈവജനത്തെ കർത്താവെ വിടുവിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. സാത്താൻ്റെ എല്ലാ ചങ്ങലകളെയും തകർത്ത് ദൈവജനത്തെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമേ. കർത്താവെ, അങ്ങയുടെ രക്തം കൊണ്ട് അഭിഷേകം ചെയ്യണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.